കോഴിക്കോട് ഹൈബ്രിഡ് ക്യാമ്പസിൽ പഠിച്ച ഇടുക്കിക്കാരനായ നമ്മുടെ ശ്യാമൽ ഇപ്പൊ പഠിക്കുന്നത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ്. അപ്പോൾ ശരിക്കും കേരളത്തിന്റെ 3 ഡിസ്ട്രിക്റ്റ് കവർ ചെയ്തു. ആ, ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാ സ്ഥലം? നാട് തന്നെ. നാട് തന്നെ. ഫുഡിന് കോഴിക്കോടും. ആ, ഭംഗിക്ക് ഇടുക്കിയും, ഫുഡിന് കോഴിക്കോടും. ആ, അപ്പൊ തൃശ്ശൂരോ? തൃശ്ശൂര് കോളേജ് ലൈഫ് എൻജോയ് ചെയ്യാന്ന് പറഞ്ഞത് ജീവിതത്തിലെ അത്യാവശ്യം നല്ലൊരു മനോഹരമായ പീരീഡ് ആണല്ലോ. അത് ലഭിക്കാൻ പോകുന്നത് തൃശ്ശൂരിൽ നിന്ന് തൃശ്ശൂർ. തന്നെയാണ്. ആ, തൃശ്ശൂർ എങ്ങനെയുണ്ട്? ഫസ്റ്റ് ഇയർ വന്നിട്ട് കോളേജ് ഇഷ്ടമായോ? കോളേജും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി തന്നെ. അടിപൊളിയാണ്. അതായത് ഇവിടുത്തെ സാറുമാരായാലും സീനിയേഴ്സ് ആയാലും എല്ലാവരും നല്ല രീതിയിലുള്ള പെരുമാറ്റവും കാര്യങ്ങളും, എന്ത് സഹായം വേണമെങ്കിലും ഇപ്പോൾ എക്സാമിന്റെ തലേന്നാണെങ്കിലും അവരോട് സീനിയേഴ്സിന്റെ ഒക്കെ അടുത്ത് പോകുമ്പോൾ അവര് നമ്മളോട് കാര്യങ്ങൾ വന്നിട്ട് പറഞ്ഞു തരുന്നതും കാര്യങ്ങളൊക്കെ നല്ല പെരുമാറ്റം കാര്യങ്ങളൊക്കെ. നല്ല രസമാണ്. ശരിക്കും ക്യാമ്പസും സീനിയേഴ്സും ഒക്കെ ഇഷ്ടപ്പെട്ടു. ഇനി ക്യാമ്പസിന്റെ അക്കാഡമിക്സിലേക്ക് ഒന്ന് ചോദിക്കട്ടെ, എങ്ങനെയുണ്ട് ഫസ്റ്റ് ഇയർ പഠിക്കാൻ കയറിയപ്പോ? പെട്ടെന്ന് MCQ വന്ന് നമ്മൾ നീറ്റ് അതിൽ നിന്നും തിയറി ക്ലാസ് ലെക്ചർ എസ് എഴുതുക, അതിൻ്റെ അകത്തേക്കൊന്ന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ എല്ലാം നല്ല സപ്പോർട്ടീവായിട്ട് ഉള്ളത് കൊണ്ട് ടീച്ചേഴ്സും കാര്യങ്ങളും ഉം. തടിതപ്പിങ്ങനെ പോകുന്നു. പോകുന്നുണ്ട്. പ്രാക്ടിക്കൽസ് ഡിസക്ഷൻ ഒക്കെ എങ്ങനെയുണ്ട്? ഇത് ഏറ്റവും നല്ലൊരു മൂമെന്റ് എന്ന് പറഞ്ഞാൽ ഡിസക്ഷൻ ഹാളാണ്. കാരണം അവിടെ നമ്മൾ ടീച്ചേഴ്സുമായിട്ട് പെട്ടെന്ന് സിങ്ക് ആകുന്നതും അവരുടെ കൂടെ നിന്ന് ഡിസക്ട് ചെയ്യുക കാര്യങ്ങൾ. നമ്മുടെ ടേബിളിൽ ജസ്റ്റ് 10 പേരൊക്കെ ഞങ്ങളുടെ ഇവിടെ ടേബിളിലുള്ളൂ. അപ്പൊ അവരുമായിട്ട് പെട്ടെന്ന് ആ ഒരു ചെറിയ ഗ്രൂപ്പുമായിട്ടുള്ള ഇന്ററാക്ഷനും കാര്യങ്ങളും, ആ, പിന്നെ കടാവറിലെ എല്ലാ കാര്യങ്ങളും പഠിക്കുന്ന നല്ലൊരു പുതുമയോടെ കാണുന്നത്. ആദ്യമൊക്കെ നല്ല പേടിയായിരുന്നു, ആ. പിന്നെ പയ്യാതെ റെഡിയായിരുന്നു. 175 പേരല്ലേ നിങ്ങളുടെ സിംഗിൾ ബാച്ച് വരിക? അപ്പൊ എല്ലാരുമായിട്ടൊക്കെ ഒന്ന് കമ്പനി ആയൊക്കെ വന്നോ? ഇനിയായി തുടങ്ങുന്നു. തുടങ്ങുന്ന അത്രയും വലിയ ഹ്യൂജ് നമ്പർ ഉള്ളപ്പം ആ, എല്ലാവരെയും പരിചയപ്പെട്ട് വരല് നല്ല ടൈം. ഒക്ടോബറിലാണ് സ്റ്റാർട്ട് ചെയ്ത്. ഇപ്രാവശ്യം കുറച്ചൊന്ന് ഡിലേ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്ത്. ഓഗസ്റ്റിൽ ഫസ്റ്റ് ഇയറിന്റെ എക്സാം വരെ, ഇടയ്ക്ക് ഇന്റേണൽസ് ഒക്കെ വന്നല്ലേ? എങ്ങനെയുണ്ട്? വലിയ കുഴപ്പമില്ല. കുഴപ്പമില്ലാതൊക്കെ പോകുന്നുണ്ട്. അപ്പം നമ്മുടെ ഹൈബ്രിഡ് ക്യാമ്പസ് എന്നാണ്, കോഴിക്കോട് ഹൈബ്രിഡ് ക്യാമ്പസ് എന്നാണ് മുമ്പ് വന്നത്. അപ്പൊ ഫസ്റ്റ് തന്നെ കോഴിക്കോടിന്റെ ഫുഡ് പറഞ്ഞു. നമ്മുടെ ഹൈബ്രിഡ് ക്യാമ്പസ് എങ്ങനെയായിരുന്നു? ഹൈബ്രിഡ് നല്ലൊരു മൈൻഡ് റിലീഫ് ഉള്ള സ്ഥലമാണ്. കാരണം പഠിക്കുക 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 പുറകടന്ന് ഇങ്ങനെ കുത്തി ആ ഒരു സംഭവം ഇല്ലേ, അത്ര ഒന്നുമില്ല. അതായത് നമുക്ക് പഠിക്കാനുള്ള റിസോഴ്സും കാര്യങ്ങളും എല്ലാം അവിടെ പ്രൊവൈഡ് ചെയ്യുന്നു. നമുക്ക് ഇങ്ങോട്ട് നല്ല മോട്ടിവേറ്റും ചെയ്ത്, അതായത് നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരു രീതിയിൽ പഠിച്ചു പോകാനുള്ള നല്ലൊരു ആംബിയൻസ്. സാധാരണ നീറ്റ് എൻട്രൻസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ ഭയങ്കര ഒരു പ്രഷർ കുക്കറിലാണ് അങ്ങനെ എന്നൊരു സ്റ്റേറ്റ് ആണ്. പക്ഷെ എന്നാൽ അതൊന്നും ഫീൽ ചെയ്യാതെ തന്നെയാണ് റിലീഫുള്ള. ഒരു ഇതായിരുന്നു. അപ്പൊ മോന് ഹൈബ്രിഡ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം, അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു ദിവസം ഓൺലൈൻ ക്ലാസ് കണ്ടേച്ച് അടുത്ത ദിവസം ഓഫ്ലൈനിൽ വന്ന് എക്സാം എഴുതിയേച്ച് ക്ലാസ്സിലേക്ക് പോകും. ഈ ഒരു സിസ്റ്റം മോന് എത്രമാത്രം ബെനിഫിഷ്യൽ ആയിരുന്നു ഈ ഒരു ജേർണിയിൽ, നീറ്റ് പ്രിപ്പറേഷനിൽ? നല്ല ഒരു പരിപാടിയാണ്. കാരണം അത് ആദ്യം ക്ലാസ്സിലെത്തി പഠിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ ഓൺലൈനിൽ നമുക്ക് ആപ്പിൽ ഇതെല്ലാം സെറ്റ് ചെയ്ത് തരുന്നു. അത് നമ്മളൊന്ന് കാണുന്നു. അപ്പം നമുക്ക് അത്യാവശ്യം ഒരു ബേസിക് ഐഡിയ കിട്ടും. അത് വെച്ച് നമുക്ക് എന്തോരം മനസ്സിലായെന്ന് വിലയിരുത്താനുള്ള സാധനമാണ് രാവിലെ നടത്തുന്ന ആ ഡെയിലി ടെസ്റ്റ് സീരീസ്. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇന്ന ഭാഗങ്ങൾ മാത്രം ക്ലിയർ ആയില്ല എന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ക്ലാസ് ഇരുന്നത് കേൾക്കുന്നു, അതും ക്ലിയർ ആക്കുന്നു. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ബ്രേക്കിനാണെങ്കിലും നമുക്ക് ഫാക്കൽറ്റീസിന്റെ അടുത്ത് പോയാൽ പെർഫെക്റ്റ് ആക്കി എല്ലാം സെറ്റ് ചെയ്ത് നൽകും. അപ്പൊ ശരിക്കും തന്നെ ഒരു ദിവസത്തെ ഒരു അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ കംപ്ലീറ്റ് ആയി പഠിച്ചു പോകുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും. എങ്കിൽ തന്നെയും ഈ ലാസ്റ്റ് ടൈം ഞാൻ പറയുന്നത്, നീ 2025 ഇനി കുറച്ച് സമയമേ ഉള്ളൂ. നമ്മൾ സംസാരിക്കുന്ന ഫെബ്രുവരിയിലാണ്, മെയ്യിലാവുമ്പോഴത്തേക്ക് എക്സാം എത്തുകയെ. അപ്പൊ എന്നാൽ ഈ സമയമാകുമ്പോൾ കുട്ടികൾ ബാക്ക്ലോഗ്സിനെ കുറിച്ച് ആലോചിച്ച് ഒരുപാട് കൺഫ്യൂസ്ഡ് ആവും. മോനും കാണില്ലേ 1-2 ചാപ്റ്ററിലൊക്കെ കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ. അപ്പൊ ഈ ബാക്ക്ലോഗ്സിനെ എങ്ങനെയാണ് ക്ലിയർ ചെയ്യാനുള്ള ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കാവോ? ബാക്ക്ലോഗ്സ് ഇപ്പൊ ഫുള്ള് തീർക്കാം അങ്ങനെ നോക്കിയാൽ അത് നടപടിയില്ല. അതായത് അരികും മൂലം എല്ലാം തീർക്കാൻ നോക്കിയാൽ. ഉം, അപ്പം നമുക്ക് കുറെ DPP-യിൽ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതിന്റെ ഉം, കൂടെ കുറെ ടെസ്റ്റ് സീരീസ് കിടക്കുന്നുണ്ട്. ഉം. അപ്പൊ ആ ടെസ്റ്റ് സീരീസിൽ നമുക്ക് തെറ്റിപ്പോകുന്ന ഭാഗം നമുക്ക് അറിയാൻ മേലാത്തതുകൊണ്ടാണ് തെറ്റിപ്പോകുന്നത്. അപ്പൊ ആ ഭാഗങ്ങൾ പോയി ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് Clear എടുക്കുക. അപ്പൊ ചെയ്തെടുക്കാം. കുറെ ഭാഗങ്ങൾ നമ്മുടെ ബാക്ക്ലോഗ്സ് എന്ന് പറഞ്ഞ സാധനം ഫുള്ള് ക്ലിയർ ആയി പൊക്കോളും. ചിലപ്പോ ഒക്കെ ഇപ്പം ഏറ്റവും കൂടുതൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ബയോളജിയിലൊക്കെയാണ് കുട്ടികൾ എല്ലാം പഠിച്ചു എന്ന് ഭയങ്കര കോൺഫിഡന്റ് ആയിരിക്കും ചിലപ്പോൾ ഒരു ചാപ്റ്റർ, പക്ഷെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴായിരിക്കും അത് മിസ്സായി. അത് മുമ്പ് പറഞ്ഞ ഒരു ഭയങ്കര റിലവൻറ്റ് പോയിന്റ് ആണ്. ക്വസ്റ്റ്യൻസിലൂടെ ശരിക്കും ഈ ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, തിയറിയിലേക്ക് എത്തണം. ഒരുപാട് നേരം റിവൈസ് ചെയ്ത് വായിക്കുന്നേക്കാൾ ഒരു പ്രാവശ്യം റിവൈസ് ചെയ്ത് വായിച്ചിട്ട് ഓക്കെ ലൈക്ക് 80% ഓക്കെ ആണെങ്കിൽ പോയി ക്വസ്റ്റ്യൻ ചെയ്യുക. അപ്പൊ മനസ്സിലാവും. എന്ത് കിട്ടുന്നില്ല അത് വന്ന് വീണ്ടും നോക്കുക. വീണ്ടും നോക്കുക, അത് വീണ്ടും പഠിക്കുക. അതാണ് നമുക്ക് അറിഞ്ഞുകൂടാത്തത്. മറ്റേ നമുക്ക് അറിയാവുന്ന സംഭവമാണ്. ക്വസ്റ്റ്യൻസും എക്സാംസും ഒന്നും മിസ് ചെയ്തിട്ടില്ല അല്ലേ? അല്ലേ? എങ്ങനെയായിരുന്നു നമ്മുടെ സൈലത്തിന്റെ എക്സാംസ് മോനെ എക്സാമിന് പ്രിപ്പയർ ചെയ്യിക്കുന്നതിന് ഹെൽപ്പ് ചെയ്തത്? കാരണം നീറ്റ് എഴുതുന്ന മുമ്പേ കുട്ടികളൊക്കെ പറയുക ശരിക്കും സൈലത്തിന്റെ എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ നീറ്റ് അത് കമ്പാരിറ്റീവ്ലി ഈസി ആയിരുന്നു. അത്യാവശ്യം ചെറിയ സ്റ്റാൻഡേർഡ് കുട്ടിയാണ് സാധാരണ ക്വസ്റ്റ്യൻസ് എല്ലാം ഇടാറുള്ളത്, എല്ലാം മാർപ്പിക്കാണെങ്കിലും. അതായത് ബേസിക് ക്വസ്റ്റ്യൻസ് വന്നാൽ പെട്ടെന്ന് പിള്ളേർക്ക് സമയം പരിമിതിയോട് കൂടി പെട്ടെന്ന് ചെയ്യാൻ പാകത്തിനാണ് സെറ്റ് ചെയ്ത് തരുന്നത്.
നല്ല കൺസെപ്റ്റ് റിച്ച് ആയിട്ടുള്ള ഓരോ ക്വസ്റ്റ്യൻസ് ഫിസിക്സിലൊക്കെ. അപ്പം ഉം. ഒരേ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് നീറ്റിന് കിട്ടുന്ന 4 ക്വസ്റ്റ്യൻ ആ ഒരു ക്വസ്റ്റ്യന്റെ ഉള്ളിൽ കാണും. ഒരു ഗൺ അപ്പം പെട്ടെന്ന് നീറ്റിന് കാണുമ്പോൾ കത്താനും കാര്യങ്ങളും എല്ലാം എളുപ്പമായിരിക്കും. എളുപ്പമാണ്. അത് മാത്രമല്ല നീറ്റിൽ ചെന്നിരിക്കുമ്പോൾ ഒരു പാടാവുമോ എന്നുള്ളൊരു പാടില്ല. എളുപ്പം ചെയ്ത് നമ്മൾ പാടിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ വേഗം പേടിച്ചു. ഇത് പാട് ചെയ്തിട്ട് എളുപ്പം കാണുമ്പോൾ ഒന്നും കൂടെ ഒന്ന് റിലീഫ് ആവും. പിന്നെ ടൈം മാനേജ്മെന്റ്. മോന് എന്തെങ്കിലും ട്രിക്ക് ഉണ്ടോ ടൈം മാനേജ്മെന്റിന്? ടൈം മാനേജ്മെന്റ് ആദ്യം നമുക്ക് സാർമാരെ അവിടെ പറയും പോലെ തന്നെ അറിയാവുന്ന ബെസ്റ്റ് ആയിട്ട് അറിയാവുന്നതെല്ലാം ആദ്യം എഴുതി വിടുക. അറിയാൻ മേലാത്തത് ജസ്റ്റ് അതായത് ഒട്ടും അറിയാൻ മേല, തീരെ അറിയാൻ മേല, എന്നാൽ ചെയ്താൽ എനിക്ക് കിട്ടും അങ്ങനെയുള്ളത് ചെയ്താൽ എനിക്ക് കിട്ടും എന്നുള്ളത് ജസ്റ്റ് മാർക്ക് ചെയ്ത് പോവുക. ഒട്ടും അറിയാൻ മേലാത്തത് അവിടെ ലീവ് ചെയ്യുക. അപ്പം അറിയാവുന്ന ആദ്യം എഴുതി കഴിയുമ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ആകും. അതായത് ഇപ്പോൾ 80% എൻ്റെ പേപ്പറിൽ എഴുതി ഉം. കഴിഞ്ഞു, ഇനി 20% കൂടെ എനിക്ക് എഴുതിയാൽ മതി. അപ്പം നമുക്ക് ജസ്റ്റ് അറിയാവുന്നതൊന്ന് ചിന്തിച്ച് എഴുതുന്നു. പിന്നെ ഒട്ടും അറിയാൻ മേലാത്തത് പിന്നെ 1-2 ക്വസ്റ്റ്യൻ നമുക്ക് എഴുതാൻ പറ്റിയില്ലെങ്കിൽ റിഗ്രറ്റ് ഉണ്ടാവില്ല. അതെ. കാരണം എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ ഞാൻ അതിനകത്ത് ഇതിൽ എഴുതി ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു കോൺഫിഡൻസ് കിട്ടും. നെഗറ്റീവ്സും നമുക്ക് അവോയ്ഡ് ചെയ്യാം. ചുമ്മാ ആദ്യം തന്നെ ഒരു ടോപ്പിക്ക് മാത്രം ബയോളജി മാത്രം ഇപ്പോൾ എടുത്തു അതിൽ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തിട്ട് അടുത്തേക്ക് പോകുന്ന പറയുമ്പോൾ നമ്മൾ കുറേ നെഗറ്റീവ്സ്, കാരണം ആ ടൈം റിസ്ട്രെയിൻ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് ഒരുപാട് നെഗറ്റീവ് ഉണ്ടാക്കും. ഇതൊരു നല്ല സ്ട്രാറ്റജിയാണ്. നമ്മൾ ടൈമിന് സ്പ്ലിറ്റ് ചെയ്യുക. ഫിസിക്സ്, കെമിസ്ട്രി, ബയോ എന്ന ടൈമിന് സ്പ്ലിറ്റ് ചെയ്യുകയും ആ സ്പ്ലിറ്റ് ചെയ്ത് നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആണോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സബ്ജക്റ്റിൽ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. കുറച്ചെങ്കിലും ഡൗട്ട് ഉള്ളത് അവിടെ മാർക്ക് ചെയ്തിട്ടിട്ട് അടുത്ത സബ്ജക്റ്റിലേക്ക് മൂവ് ചെയ്യുക. ഈ മൂവ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ടൈം സേവിങ്ങിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കുറച്ച് ടൈം കൂടിപ്പോയാൽ പിന്നെ അങ്ങോട്ടുള്ള ക്വസ്റ്റ്യനിലെ ടെൻഷനാവും. ആ ആ ടെൻഷന്റെ ഇടയിൽ പിന്നെ നമുക്ക് കിട്ടാതെ കിട്ടാതാവും. അത് മാത്രമല്ല നമുക്ക് അറിയില്ല ഒരു പേപ്പറിൽ ഏത് പോർഷൻ ആയിരിക്കാം ചിലപ്പോൾ ടഫ് ആവുകയെന്ന്. ചിലപ്പോൾ നമ്മൾ ബയോളജിയിൽ സ്റ്റാർട്ട് ചെയ്ത് ബയോ ആയിരിക്കും ഏറ്റവും ടഫ് ഉള്ളത്. നിങ്ങൾ അവിടെ എല്ലാ ടൈമും സ്പെൻഡ് ചെയ്താൽ ചിലപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി എത്തുമ്പോഴേക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് സമയവും കാണത്തില്ല. സോ ടൈം മാനേജ്മെന്റ് നീറ്റ് എൻട്രൻസ് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് മോൻ പറഞ്ഞ പോലെ തന്നെ എക്സാം എഴുതി 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 അത് സെറ്റാക്കി എടുക്കണം, അത്യാവശ്യം എത്ര മോക്ക് ചെയ്യാൻ പറ്റുമോ അത്ര മോക്ക് ചെയ്ത് റെഡിയാണ്. റെഡിയാക്കി അപ്പം എടുക്കണം. അതിൻ്റെ അകത്ത് ചിലത് നമുക്ക് കിട്ടില്ല. അപ്പൊ ഈ കൺസെപ്റ്റ് എനിക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ പെട്ടെന്ന് ആ ചെറിയൊരു കൺസെപ്റ്റ് പോയി നോക്കുന്നു, അത് അവിടെ ക്ലിയർ ആകുന്നു. ഇതിന് എനിക്കൊരു കുഞ്ഞു ചോദ്യം, എനിക്കൊരു ക്യൂരിയോസിറ്റി വന്നതാ. ഇടുക്കിയിൽ നിന്ന് നമ്മുടെ സൈലത്തിന്റെ കോഴിക്കോട് ഹൈബ്രിഡ് ക്യാമ്പസിലേക്ക് എങ്ങനെ എത്തി? അത് +2 നമ്മൾ എക്സാമിന്റെ ടൈം ആയപ്പം ഇനി എവിടെ എത്തില്ല, മൊത്തത്തിൽ പൊട്ടി തകർന്ന് നിൽക്കുന്ന സമയത്താണ് മറ്റേ സൈലം ക്ലാസ് യൂട്യൂബിൽ അനന്തു സാർ ക്ലാസ് കൊണ്ട് വരുന്നത്. അപ്പൊ അതിനകത്ത് അജീഷ് സാറ്, ജസീൽ സാർ ഫിസിക്സ് എടുക്കണേ അവരൊക്കെ വന്ന് ക്ലാസ് +2 പറഞ്ഞു തരുമ്പോൾ നല്ല എളുപ്പമായിരുന്നു. കാരണം പിള്ളേരോട് ഭയങ്കര സിങ്കായ രീതിയിൽ ആ നമ്മുടെ കൂടെ നിന്ന് എടുക്കുമ്പോഴത്തെ ആ ഒരു ഭയങ്കര ഈസി ആയിട്ടാണ് ക്ലാസ് ഒക്കെ എടുത്തുന്നത്. അപ്പൊ കുറെ കാര്യങ്ങളൊക്കെ കത്താൻ തുടങ്ങി. അജീഷ് മാത്യു സാറൊക്കെ ആണെങ്കിൽ ബയോളജിയിൽ ഇന്ന സാധനം പഠിച്ചാൽ മതി, നല്ല ആ എക്സ്പീരിയൻസ് ഉള്ളതായിട്ടുണ്ട്, ആ ഇന്ന സാധനം പഠിച്ചാൽ ഇതേ വരുള്ളൂ എന്ന് ആ പറഞ്ഞ് അത് പഠിച്ചിട്ട് എക്സാമിന് കണ്ടപ്പോൾ ഭയങ്കര ഇങ്ങനെ ആയിരുന്നെങ്കിൽ നീറ്റിന് ചെല്ലുമ്പോഴും ഈ ആ ഇവരുടെ പ്രഡിക്ഷൻ പോലെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ വരുമല്ലോ എന്ന് പറഞ്ഞ് നേരെ വന്ന് സ്ഥലത്ത് ചേർന്നാണ്. പിന്നെ നല്ല സ്ട്രെസ് ഫ്രീ ക്യാമ്പസ് ആണ്. കാര്യങ്ങൾ പിടിച്ചിടലും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഹോസ്റ്റലിൽ നമ്മുടെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ എടുക്കാൻ പറ്റും നമ്മൾ ഒരുപാട് സ്ട്രെസ്ഡ് അല്ലെങ്കിൽ അല്ലേ? ഹോസ്റ്റൽ എങ്ങനെയായിരുന്നു? ഹോസ്റ്റൽ നല്ല അടിപൊളിയാണ്. കാരണം ഇപ്പൊ റൂമിന് ജസ്റ്റ് മടുത്തു കഴിഞ്ഞാൽ വെളിയിൽ ഇറങ്ങി വായിച്ചടക്കുക, വരാന്തേക്കൂടെ വായിച്ചടക്കുക, ആ പരിപാടികളെല്ലാം നടക്കും. ചിലയിടത്തെന്ന് പറഞ്ഞാൽ ഹോസ്റ്റൽ റൂമിൽ നിന്ന് ഇറക്കി വിടാതെ അവിടെ തന്നെ ഇരുത്തണ ഉം, ഇതുണ്ട്. അതൊന്നും ഇവിടെ ഇല്ല. ഇല്ല. ടെറസിൽ പോയിരുന്ന് വായിക്കുക, അങ്ങനത്തെ പരിപാടിയെല്ലാം ഉണ്ടായിരുന്നു രാത്രി. ഓക്കെ. നീറ്റിന്റെ ഈ ഒരു സമയത്ത് നമ്മുടെ കുട്ടികളെല്ലാം ഇപ്പോൾ റിവിഷൻ ക്ലാസ്സസിലാണ്. ഉം. XPL, LMRP. അപ്പൊ മോൻ ഓർത്തെടുക്കാൻ പറ്റുന്ന അതിന്റെ കുറച്ച് എക്സ്പീരിയൻസ് പറയാൻ പറ്റുമോ? അതായത് ആദ്യം നമുക്ക് തിയറി ക്ലാസ് തന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ബേസിക് ഐഡിയ കിട്ടും, നമ്മൾ എന്തൊക്കെയാണ് ഈ കൊല്ലം പഠിക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ് നമുക്ക് ഈ നീറ്റിന് ആവശ്യമുള്ളതെന്ന്. അത് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് റൗണ്ട് റിവിഷനാണ് ഈ XPL. എല്ലാ അരികും മൂലകളും എങ്ങനെ റിവിഷൻ സാധാ ക്ലാസ്സിലെടുത്തോ അതുപോലെ തന്നെ കുറച്ചും കൂടെ സ്പീഡായിട്ട് XPL എല്ലാ സാധനങ്ങളും കവർ ചെയ്യും. അപ്പം തന്നെ നമ്മുടെ ഏകദേശം ഒരു ബാക്ക്ലോഡ്സ് ഒക്കെ തീരും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ റിവിഷൻ ചെയ്ത് വീണ്ടും റെഡിയാക്കാനുള്ള സാധനമാണ് LMRPയിലൂടെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് എല്ലാ സാധനവും സെറ്റ് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ എക്സാമിലേക്ക് എൻഡ് ഗെയിമിലേക്ക് പോവുക അല്ലേ? എക്സാംസിലേക്ക് പോവുക. ഇപ്പോഴ് തൃശ്ശൂർ ക്യാമ്പസിൽ നിന്നുകൊണ്ട് മോന് അടുത്ത വർഷം നമുക്ക് തൃശ്ശൂർ ക്യാമ്പസിലേക്ക് നമ്മുടെ പിള്ളേർ വരണ്ടേ സൈലത്തിന്റെ അല്ലേ? നമ്മുടെ പിള്ളേർ വരുമ്പോൾ നമുക്കൊന്ന് വെൽക്കം ചെയ്യാൻ ഭയങ്കര താല്പര്യമായിരിക്കും. അപ്പം നീ 2025 പ്രിപ്പയർ ചെയ്യുന്ന മക്കളോട് മോന് പറയാനുള്ളത് എന്താണ്? ഈ ലാസ്റ്റ് മിനിറ്റിൽ ഈ സ്ട്രെസ്ഡ് ആയിട്ട് ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉള്ളത്. എൻ്റെ മാർക്കൊക്കെ ഭയങ്കരമായിട്ട് കുറയുമോ, എൻ്റെ സ്കോറൊക്കെ ഭയങ്കരമായിട്ട് ഇടിഞ്ഞു പോവുമോ, ഞാൻ എന്താ ചെയ്യാറുള്ളത്, അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന മക്കൾക്ക് മോൻ്റെ റിയൽ ലൈഫിലുള്ള എക്സ്പീരിയൻസ് വെച്ച് അവരോട് പറഞ്ഞു കൊടുക്കുക എങ്ങനെ പ്രിപ്പയർ ചെയ്യണം ലാസ്റ്റ് മിനിറ്റിൽ. അതായത് ഇപ്പോൾ എക്സാം എഴുതുമ്പോൾ എന്ന് പറഞ്ഞാൽ എന്തായാലും മാർക്ക് കുറയും. കാരണം നമ്മളിപ്പോൾ 600 650 എബോവ് ഒക്കെ ചിന്തിച്ചായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ആദ്യം 500 550 ഇങ്ങനെ ആ റേഞ്ചിൽ നിന്നുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ കിട്ടുന്നില്ല എനിക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് വിട്ട് കളയാതെ ആ ഒരു കൺസിസ്റ്റൻസി തന്നെ വീണ്ടും എവിടെ തെറ്റി എവിടെ തെറ്റി അത് നോക്കുക. തെറ്റാത്ത സാധനങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ അവിടെ കിടക്കണ്ടായിരിക്കും. പക്ഷെ എവിടെ തെറ്റി ആ സാധനം നമ്മുടെ തെറ്റുകൾ എവിടെയാണോ അത് ക്ലിയർ ചെയ്ത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പതിയെ
പെട്ടെന്ന് ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ടാകുന്ന ഞാൻ പറയുന്നില്ല. പതിയെ പതിയെ ഓരോ മോക്കുകൾ എഴുതുന്തോറും കയറി 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 മാർക്ക് വരും. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ബൂസ്റ്റ് ആവും. കാരണം ഇപ്പം പെട്ടെന്ന് 500 ഒരാൾ 600 എബോവിൽ എത്തുമ്പോൾ തന്നെ അയാൾക്ക് നല്ല കോൺഫിഡൻസ് ബൂസ്റ്റ് ആവും. ഇനിയും കുറച്ചുകൂടെ ഞാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എനിക്ക് 650 എബോവ് 700ലേക്ക് അടുക്കാലോ എന്നുള്ള ആ ഒരു മെന്റാലിറ്റി പയ്യെ വന്നോളൂ. അപ്പൊ ഷാമിൽ പറഞ്ഞു തന്നത് എങ്ങനെയാണ് നിങ്ങളുടെ സ്കോർ റൈസ് ചെയ്യുക. എല്ലാവരും മനസ്സിലാക്കാനുള്ളത് ഇനിഷ്യലി നിങ്ങൾ ഫുൾ ടോപ്പിക് എഴുതുമ്പോൾ എന്തായാലും സ്കോർ കുറച്ചൊക്കെ ഒന്ന് ഡൗൺ പോകും. പക്ഷേ സ്ലോലി നിങ്ങളുടെ ആ മിസ്റ്റേക്കിൽ നിന്ന് പഠിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്കോർ റൈസ് ചെയ്യാം. ഒരിക്കലും ഒരു എക്സാമും നിങ്ങൾ അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. എല്ലാ എക്സാംസും നിങ്ങൾ എഴുതുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവിടെ വെച്ചാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഇതാണ് എൻ്റെ ഡിഫിക്കൽട്ട് ടോപ്പിക്, ഇതാണ് എനിക്ക് അറിഞ്ഞുകൂടാത്തത്, ഞാനിപ്പം ഏതൊരു ആ നിലയിലാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുക. ആൻഡ് അത് മനസ്സിലാക്കുന്നത് നിങ്ങൾ ഡൗൺ ആയി പോകാൻ വേണ്ടിയല്ല, അത് നിങ്ങളെ തന്നെ സെൽഫ് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. സോ ദാറ്റ് ഈ തെറ്റുകൾ തിരുത്തി കഴിഞ്ഞാൽ എൻ്റെ സ്കോർ റൈസ് ചെയ്യും. ആ ഒരു ഐഡിയ നമുക്ക് കിട്ടും. ടൈം മാനേജ്മെന്റ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നല്ല നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ XPL-ലും LMRP എല്ലാ റിവിഷൻ സീരീസും വെച്ചാണ് ഷാമിൽ പഠിച്ചത് നീറ്റ് 2024 ക്രാക്ക് ചെയ്തത്. അപ്പോൾ നമ്മുടെ XPL LMRP പ്രോഗ്രാംസ് ഒക്കെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രോഗ്രാംസിനെ കംപ്ലീറ്റ് ആയി ട്രസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റിവിഷൻ കിടിലമായി ചെയ്ത് നമ്മുടെ നീറ്റ് 2025 ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ബെസ്റ്റ് തന്നെ കൊടുക്കുക, കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. സോ ഓൾ ദി ബെസ്റ്റ്.